ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള തേട് കറിയാണ്. അത് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ തേടെന്നും കൂരിയെന്നും ഏട്ടയെന്നും ഒക്കെ പറയും. പക്ഷേ നിങ്ങൾ അവിടെ മറ്റുള്ളവർ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇതൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന കറിയാണ്. കാരണം ഈ കറി തേടിൻ്റെ കറി ഉണ്ടാക്കുമ്പോൾ മിക്കവാറും റൂമിലൊക്കെ കയറുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവുമെന്ന് എല്ലാവരും പറയും. അത് ഉണ്ടാകാതിരിക്കാതെ എങ്ങനെ അത് വെക്കാമെന്നാണ് ഈ പറയുന്നത്. ആദ്യമായി മീൻ കഷ്ണങ്ങൾ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ തിരുമ്മി വയ്ക്കുക. അതിനുശേഷം സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പിൽ വയ്ക്കുക. വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് തിളച്ചതിന് ശേഷം കടുകിടുക. കടുകിട്ട് അതിന് ശേഷം ഉലുവ ഇടുക. ഉലുവ മൂത്തതിന് ശേഷം കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതിടുക. പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഇളക്കുക. ഇവയൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ തക്കാളിയും 2 പച്ചമുളകും 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞ് ഇതിനകത്തിട്ട് കൊടുത്ത് ഇളക്കുക. അതിനുശേഷം ബ്രൗൺ കളർ ആകുന്നതിന് ശേഷം പിന്നീട് തിരുമ്മി വച്ചിരിക്കുന്ന മീൻ പറക്കി ഇതിനകത്ത് നിരത്തി വയ്ക്കുക. പകുതി മൂപ്പാകുമ്പോൾ മീൻ തിരിച്ചിട്ട് കൊടുക്കുക. തീ കുറച്ചിട്ട് മീൻ തിരിച്ചും മറിച്ചിട്ട് ഒരുവിധം മൂപ്പിച്ചെടുക്കുക. ഇതിനിടയിൽ നമ്മുടെ ഗ്യാസ് തീർന്നു പോയി. അതിനുശേഷം ഇൻഡക്ഷൻ കുക്കറിനകത്താണ് ഇത് വെച്ചിട്ടുള്ളത്. മീൻ പീസിനനുസരിച്ച് മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കുക. കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് ഇട്ട് കൊടുക്കുക. കുടംപുളി ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് പച്ച കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കറി നന്നായി തിളച്ച് പറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കുക. എല്ലാവരും ഇതുപോലെ കറി വെച്ച് നോക്കി നല്ലതാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ മീൻകറിയുടെ കൂടെ സാലഡും സാമ്പാറുമാണ്. എല്ലാവരും ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു കറിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.